ദേശീയപാത 66-ൽ വീണ്ടും വിള്ളലുണ്ടായിരിക്കുന്നെന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. വടകര മൂരാട് പാലത്തിന് സമീപമാണ് വിള്ളലുണ്ടായതെന്ന് അറിയാൻ കഴിയുന്നത്. 10 മീറ്ററോളം ദൂരത്തിൽ വിള്ളൽ രൂപപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ലതീഷ് നമ്മളോടൊപ്പം ചേരും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. നേരത്തെ മലപ്പുറത്തുണ്ടായ വിള്ളൽ നമ്മുടെ മുൻപിലുണ്ട്, ഒപ്പം തന്നെ കാസർഗോഡുണ്ടായ പ്രശ്നം നമ്മുടെ മുൻപിലുണ്ട്. അതായത് ഈ മഴ ദേശീയപാതയുടെ പല പ്രദേശങ്ങളിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികൾ അതിൻ്റെ കൃത്യമായ ഗുണനിലവാരത്തിനനുസരിച്ചാണോ നിർമ്മിച്ചിരിക്കുന്നത്, കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള നിർമ്മാണം തന്നെയാണോ നടത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വരികയാണ്. ലതീഷ്, മൂരാട് പാലത്തിന് സമീപമാണ് ഈ വിള്ളൽ ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടകരമായ സാഹചര്യമാണോ? അവിടെ ഏത് ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? മനോ, വടകര മൂരാട് പാലത്തിന് സമീപമാണ്. പാലത്തിനോട് ചേർന്ന് തന്നെ പാലം കഴിഞ്ഞ് അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയ സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. ഒരു 10 മീറ്ററോളം ദൂരത്തിലാണ് ഇപ്പോൾ വിള്ളൽ ദൃശ്യമായത്. ഇന്നലെ രാത്രി ഒരു 10 കൂടിയാണ് ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ന് രാവിലെ തന്നെ ആ ഭാഗത്ത് 3 ട്രാക്കുള്ള ഒരു സൈഡിലെ ആ ഭാഗത്ത് മാത്രം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി അധികൃതർ സ്ഥലം സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ അപകടാവസ്ഥ ഇല്ല എന്നാണ് കാഴ്ചയിൽ മനസ്സിലാവുന്നത്. കാരണം ഒരു ഭാഗത്തുകൂടെ പൂർണ്ണമായും ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു ട്രാക്കിന്റെ ഭാഗത്ത് മാത്രമാണ് 10 മീറ്ററോളം ദൂരത്തിലാണ് ഇപ്പോൾ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്തായാലും മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാത അധികൃതർ അവിടെ സ്ഥലം സന്ദർശിച്ച ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. മനു, ശരി. വടകരയിൽ മൂരാട് പാലത്തിന് സമീപം ദേശീയപാതയിൽ വിള്ളലുണ്ടായിരിക്കുന്നു. വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലതീഷ് നൽകിയത്. ഏതായാലും ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ മറുഭാഗത്തൊരു രാഷ്ട്രീയം കൂടി കളിക്കുന്നുണ്ട്. അതറിയാമല്ലോ. ഇതെങ്ങനെയും സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം വലിയ തോതിൽ മറുഭാഗത്ത് നടത്തുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ ഇവിടുത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുത്ത ദേശീയപാത അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ നൽകുക എന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവരാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഇവർ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആ ദേശീയപാത യാഥാർത്ഥ്യമായാൽ സർക്കാരിനുണ്ടാകുന്ന മൈലേജ് എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അതിലേതെങ്കിലും തരത്തിൽ ശോഭ കെടുത്താൻ പറ്റുമോ എന്ന വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ്. അതേസമയം തന്നെ ആശങ്കകൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യവുമാണ്.